കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ടേബിൾ മേക്ക് ഓവർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വാൾപേപ്പർ എടുക്കുന്നതിൻ്റെ അടിയത്തെ ഒരു പേപ്പർ ഉണ്ട്. അത് ഏകദേശം ബട്ടർ പേപ്പർ പോലെയൊക്കെ ഇരിക്കും. അത് എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ രാത്രിയിലും പകലിലും ആയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചേച്ചിയുടെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പേര് നിവേദ്യ എന്നാണ്. അമ്മു എന്നാണ് ഞങ്ങൾ വിളിക്കുക. പിന്നെ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മിക്ക ക്രാഫ്റ്റ് ചാനലിലും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ആരെങ്കിലും അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പിക്ചേഴ്സ് കാണും. അതൊന്ന് സ്ക്രീനിൽ വലുതാക്കി വെച്ചിട്ട് ഒരു പേപ്പറിൽ ഇതൊന്ന് ജസ്റ്റ് ട്രേസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ റെഡിയായി. ആ പിക്ചറിൻ്റെ മീതെ കൂടെ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ കളറിംഗ് ഒക്കെ ചെയ്ത് ഔട്ട്ലൈനൊക്കെ കൊടുത്തൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊരു സെല്ലോ ടേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റിക്കറിൻ്റെ ഫ്രണ്ട് പോർഷൻ വേണം സെല്ലോ ടേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അത് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലോ ടേപ്പിൻ്റെ അടുത്തുനിന്ന് കട്ട് ചെയ്യാതെ കുറച്ച് ഒട്ടിപ്പ് കിട്ടുന്ന രീതിയിൽ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും ഒട്ടിക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.